എനിക്ക് പരിചയമുള്ള ഒരു 4 പേര് ആദ്യത്തെ ഒരു 5-6 ദിവസം ലൈക്ക് ചെയ്തു. പിന്നെ അവരെന്നെ ബ്ലോക്ക് ചെയ്തു. കാരണം ഒരാള് പറയുമ്പഴേ നമുക്ക് ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ടെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. ഈ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണല്ലോ നമ്മുടെ ഒരു സംഭവം. ഐ ഡിഡ്ന്റ് ഹാവ് ദ ബാക്കിംഗ് ഓഫ് സംതിങ് കോൾഡ് ഫെമിനിസം. എന്ന് വെച്ചാല് ഇത് ഫെമിനിസം ആണ് എന്നറിയാതെയാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയത്. നമ്മൾ എന്ത് സുഹൃത്തിന്റെ പേരിലാണെങ്കിലും ഫിസിക്കൽ അബ്യൂസ് ഇസ് നോട്ട് ഓക്കെ. ഇപ്പൊ ലേഡീസിന് ഫ്രീ ട്രാവൽ കൊടുക്കുമ്പോൾ ഒരു എക്കണോമിക് കൺസിഡറേഷൻ അതിൽ വെക്കുന്നത് ഇസ് ലോജിക്കൽ. ഓക്കെ, ഒരു സർട്ടൺ എക്കണോമിക് സ്ട്രാറ്റയിൽ മുകളിൽ നിൽക്കുന്ന ലേഡീസിന് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജോലി ചെയ്ത് നശിപ്പിക്കാനുള്ള ജീവിതമാണോ ആണുങ്ങളുടെ? വൈ ഷുഡ് മെൻ ടേക്ക് ഓൾ ദ റെസ്പോൺസിബിലിറ്റി? Men are also victims of patriarchy. നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിലും അതിലൊരു കോമഡി ചേർത്ത് പറയുമ്പോൾ വി ആർ നോട്ട് ഫോഴ്സിങ് ദം ടു തിങ്ക് ആർ വേ, ബട്ട് വി ആർ ഷോയിങ് ദം സീ ഹൗ സ്റ്റുപ്പിഡ് മറ്റേ ഓൾറെഡി നടക്കുന്ന പാത്ത് എന്ത് സ്റ്റുപ്പിഡ് ആണെന്ന് നർമ്മദിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഹലോ എവ്രി വൺ, വെൽക്കം ടു മിസ്ഫിറ്റ്സ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ റെയർ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. റെയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം സ്റ്റാൻഡപ്പ് കോമഡിയും സർക്കാസവും ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെയൊക്കെ ഫീഡുകളിൽ ഈ അടുത്ത് നിറയുന്ന വളരെ അപൂർവം വിമൻ ക്രിയേറ്റേഴ്സേ ഉള്ളൂ. അതിലൊരാളാണ് പൂജ മഹാദേവ് എന്ന് പറയുന്നതിനേക്കാൾ പൂലാല. വെൽക്കം ടു ദി ഷോ. സോ പൂജ, സ്ട്രേറ്റ് അവേ ഐ എം ജമ്പിങ് ഇൻടു ദി ക്വസ്റ്റ്യൻ, വൈ ഡിഡ് യു ചൂസ് ദിസ്? കണ്ടന്റ് ക്രിയേഷൻ ആണോ? അതെ, കണ്ടന്റ് ക്രിയേഷൻ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് കുറച്ച് ലൈക്ക് കുഞ്ഞായിട്ടിരിക്കുമ്പോഴേ ഐ വോണ്ടഡ് ടു ക്രിയേറ്റ് കോണ്ടന്റ്. എനിക്ക് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാട്ടുകാരെയൊക്കെ രക്ഷിക്കണമല്ലോ, നമുക്ക് അവർക്ക് ഗുണമുള്ള എന്തെങ്കിലും അല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ഞാനൊരു 4-5 അക്കൗണ്ട് ഉണ്ടാക്കി. ഈ 4-5 എണ്ണത്തിൽ ഞാൻ മോട്ടിവേഷൻ ഇടാൻ തുടങ്ങി. എൻ്റെ വിചാരം ഇനി 30 ദിവസത്തിൽ ഈ ലോകം നന്നാവുമെന്നായിരുന്നു. പക്ഷെ എനിക്ക് പരിചയമുള്ള ഒരു 4 പേര് ആദ്യത്തെ ഒരു 5-6 ദിവസം ലൈക്ക് ചെയ്തു. പിന്നെ അവരെന്നെ ബ്ലോക്ക് ചെയ്തു. അവർ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോ ഞാനിങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ. അന്ന് എനിക്ക് മനസ്സിലായി ആർക്കും നന്നാവണോന്ന് ആഗ്രഹമില്ല. പിന്നെ ഞാൻ ചുമ്മാ കോമഡി ഒരു വെറുതെ ഒരെണ്ണം ഇട്ടപ്പോ അത് ചെറുതായിട്ടൊന്ന് ഇതായി. പിന്നെ ഞാൻ എപ്പോഴും അതിനകത്ത് എനിക്ക് എഫേർട്ടൊന്നും ഇടേണ്ടി വന്നില്ല. നമ്മൾ എപ്പോഴും ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന സെയിം സാധനം പറഞ്ഞപ്പോൾ കുറച്ചൊരു റീച്ച് കിട്ടി. പിന്നെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങി. എനിക്കൊരു സ്ട്രെസ് റിലീഫ്. ബട്ട് അതർ തിങ് ഇസ് ബിഗ് ഫാൻ. ഞാൻ കുറെ കാലം മുമ്പേ പൂജയെ ഫോളോ ചെയ്ത് തുടങ്ങിയതാണ്. സോ അപ്പോൾ പൂജയുടെ ഇൻസ്റ്റഗ്രാം ബയോ ബാക്ക് ദെൻ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ദാറ്റ് ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ, പക്ഷേ കാര്യങ്ങൾ വളരെ ലളിതമായി പഠിപ്പിച്ചു കൊടുക്കപ്പെടും എന്നുള്ളൊരർത്ഥം വരുന്നൊരു ഭയമായിരുന്നു. സോ യുവർ കണ്ടന്റ് ഇസ് ഓൾസോ സിംപ്ലർ എക്സ്പ്ലെയിനേഴ്സ്. പിന്നെ ട്രിവാൻഡ്രം സ്ലാങ്. സോ ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു ദ റൂട്ട്സ്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് പഠിച്ച് ട്രിവാൻഡ്രത്ത് 8-9 കൊല്ലത്തോളം ജോലി ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. എല്ലാവരും പറയും അപ്പോൾ തിരുവനന്തപുരം എന്നുള്ള സ്ലാങ്ങിന് ഒരുപാട് മോക്ക് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ എനിക്ക് ട്രിവാൻഡ്രം സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു ലോകത്തൊരു മനുഷ്യനെ നമുക്ക് ഒരു ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭാഷ തിരുവനന്തപുരം സ്ലാങ്ങാണ്. ആൻഡ് പൂജാസ് കണ്ടന്റ് ഇസ് ഇൻ ദാറ്റ്. സോ യു ആർ വെരി റൂട്ടഡ് ദാറ്റ് വേ. അപ്പോൾ അത് ആ ഒരു ട്രിവാൻഡ്രം ഫാക്ടർ ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചത്? ആക്ച്വലി എനിക്ക് പണ്ട് ട്രിവാൻഡ്രം സ്ലാങ് ഇല്ലായിരുന്നു. ഓക്കെ, എനിക്ക് എൻ്റെ അമ്മ അവരൊക്കെ ഒരു കൊല്ലം സ്ലാങ് ആണ്. അതിനകത്ത് അങ്ങനെ ഭയങ്കര ഒരു സ്ലാങ് എന്ന് പറയാനില്ല. ഓൾമോസ്റ്റ് ഒരു അച്ചടി ഭാഷ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം മലയാളം എങ്ങനെയാണോ അങ്ങനെ പറയും. പക്ഷേ അങ്ങനെയാണ് ഞാൻ കോളേജിൽ പോകുന്നത്. എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവള് നെയ്യാറ്റിൻകരയെന്നായിരുന്നു. ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മ എന്തരമ്മ ഇത്, ഈ ഒരു സീനായി വീട്ടിൽ ചെന്നപ്പോ. അപ്പം അമ്മ ഈ കാര്യം മക്കളെ നീ മലയാളം പറ എന്നൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു. കാരണം അവരുടെ ഇതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. പക്ഷെ പിന്നെ എനിക്ക് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ എനിക്കിത് എന്തരടേ എന്നുള്ളൊരു സാധനമായി. പിന്നെ പ്രശ്നം ഒരാൾ പറയുമ്പോഴേ നമുക്ക് ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ടെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. നമ്മളുടെ മൈൻഡില് നമ്മൾ അച്ചടി ഭാഷയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തിരുവനന്തപുരത്ത് ഓരോ സ്ഥലത്തും മാറി മാറി പോകുന്നോറും ഓരോ സ്ലാങ് ആണ് ഭയങ്കര. എല്ലായിടത്തും എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ നോർത്തിലോട്ട് പോകത്തില്ലേ, കണ്ണൂർ, കോഴിക്കോട്, ആയിട്ടൊന്നും ആ ഒരു ഏരിയയിൽ സ്ലാങ് വന്നാൽ ഞാൻ നിശബ്ദയായിപ്പോകും. കാരണം എനിക്ക് മനസ്സിലാവത്തില്ല. അപ്പം അത് എനിക്ക് നല്ല
ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ എനിക്ക് കാര്യം മനസ്സിലാവാറില്ല. പക്ഷെ പിന്നെ കേട്ട് ഇപ്പൊ കുറെ റീലൊക്കെ കണ്ട് കുറെ കുട്ടികൾ ആ നോർത്ത് സ്ലാങ് സംസാരിക്കുന്ന കേട്ടിട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഐ ഫൈൻഡ് ദാറ്റ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഈ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണല്ലോ നമ്മുടെ സംഗതി. അതെ. അപ്പൊ എനിക്കിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വീട് പുളിയിറക്കണം തന്നെ. അപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് പഠിച്ചിട്ട് പുളിയിറക്കണത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഭാഷയുടെ വേറൊരു എക്സ്ട്രീം കേൾക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെന്നപ്പോൾ ഞാൻ ഡ്രസ്സ് ഇറങ്ങിക്കുമ്പോൾ പേശ എടുത്ത് കൊടുത്തിട്ട് പാടേന്ന് പറഞ്ഞു. പേശയോ? അപ്പോൾ എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെയാണ് മനസ്സിലായത്. ബട്ട് അപ്പോൾ പക്ഷേ ട്രിവാൻഡ്രം സ്ലാങ് ഒരുപാട് മോക്ക് ചെയ്യപ്പെടാറുണ്ട്. ബട്ട് ഐ അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. ഞാൻ തൃശ്ശൂർ ജനിച്ച് ഇപ്പോൾ ആലപ്പുഴ ജീവിച്ച് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ മാറിപ്പോവും. അപ്പോൾ പൂജയുടെ കണ്ടന്റ് ഒരു USP അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഹാവ് യു റിസീവ്ഡ് എനി കമന്റ്സ് ലൈക്ക് ദാറ്റ്? യെസ് അമ്പോ എൻ്റെ ദൈവമേ എന്തൊക്കെ ഈ കമന്റ് സെക്ഷനിൽ വരുമ്പോഴത്തേക്കും കൂടുതലും ട്രിവാൻഡ്രം സ്ലാങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഒബ്വിയസ്ലി ഇഷ്ടമില്ലാത്തവർ എന്നെ എപ്പോൾ ബ്ലോക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ മതി. കാരണം ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അവർക്ക് അയ്യോ എന്നൊരു ഫീലിംഗ് വരും. സോ എനിക്കങ്ങനെ സ്ലാങ് കാരണം സ്ലാങ് ഒരു പോയിന്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദെൻ ഐ സ്റ്റാർട്ടഡ് ടു ഫോക്കസ് ഓൺ കുറച്ചുകൂടെ ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതിനെ പറ്റിയായി കമന്റ് സെക്ഷൻ. ഈ സ്ലാങ്ങിൽ നിന്ന് കുറച്ചൊരു സ്പോട്ട്ലൈറ്റ് മാറി എന്ന് തോന്നി. അപ്പൊ ഞാൻ ഐ വോണ്ട് ടു കം ടു ദാറ്റ്. അതായത് our society is still ruled and run by patriarchy. പാട്രിയാർക്കി നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ ഫെമിനിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ അതിനെ മോക്ക് ചെയ്തുകൊണ്ട് സോഷ്യലി ഓപ്പൺ ആയ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ പലർക്കും പല ഇൻഹിബിഷൻസും ഉണ്ടാവാം. യു ആർ ജസ്റ്റ് ലെറ്റ് ഔട്ട് ദെയർ. ഹൗ ഡു യു ഗെയിൻ ദാറ്റ് കറേജ് ടു ബി ഔട്ട് ദെയർ അഡ്രസ്സിങ് all this stuff which is very sensitive? ആക്ച്വലി നമ്മൾ ഞാൻ പേഴ്സണലി ഒരു കോസിന് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്തപ്പോൾ ഐ ഡെന്റ് ഹാവ് ദ ബാക്കിംഗ് ഓഫ് സംതിങ് കോൾഡ് ഫെമിനിസം. എന്ന് വെച്ചാൽ ഇത് ഫെമിനിസം ആണ് എന്നറിയാതെയാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയത്. ആൻഡ് അത് സോഷ്യൽ മീഡിയയിലല്ല, എൻ്റെ ഡെയിലി ലൈഫിലായിരുന്നു ഞാനത് ചെയ്തത്. ഇൻ ദ സെൻസ് ഐ ഹാഡ് ടു സ്റ്റാൻഡ് അപ്പ് അഗൈൻസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് തിങ് സ്റ്റാർട്ടിങ് ഇൻ മൈ സ്കൂൾ ലൈഫ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പം ഞാൻ ക്ലാസ് ലീഡർ ആയിരുന്നു ഒരു ഒരു സീനിയർ ഹയർ സെക്കൻഡറി ടൈം. ഒരിക്കൽ ഞാൻ സ്കൂളിൽ നമ്മൾ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുപണിയാണല്ലോ. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു സെറ്റ് ബുക്ക് എടുക്കുന്നു, 2 ബ്ലോക്ക് അപ്പുറത്ത് കൊണ്ട് വെക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പം ഞാൻ ഈ വിയർപ്പൊക്കെ കുറച്ചിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന പെൺകുട്ടി അവൾ ഭയങ്കര കരഞ്ഞിട്ട് ഭയങ്കര ഒരു ഓഫായിട്ടിരിക്കുകയാണ്. ഞാൻ എന്താ ചോദിച്ചപ്പോഴത്തേക്കും ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറഞ്ഞൊരു ഗെയിമിൽ ഒരു പയ്യൻ ഇവളെ അടിച്ചു എന്ന് പറഞ്ഞു, ലൈക്ക് സ്ലാപ്പ് ചെയ്തു. ബട്ട് ദ തിങ് ഈസ് ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, ഇവർ ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആണ്. സോ അവൾ കരയുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദേ ടുക്ക് ഇറ്റ് ഇൻ ദാറ്റ് സെൻസ്. പക്ഷെ എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്തിരിക്കും. ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അവളുടെ പാരൻസ് ഇത് അറിയുമ്പോൾ വാട്ട് വിൽ ദേ തിങ്ക്, അവർക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻഡ് ഹീ ഈസ് ഓൾസോ ലൈക്ക് അവൻ എന്നെക്കാട്ട് വലിയ പോസ്റ്റുള്ള ആളാണ്. ഓക്കെ, വെരി സ്മാർട്ട്, വെരി നൈസ് ഗൈ ഓൾസോ, എൻ്റെ ഫ്രണ്ടും ആണ്. ബട്ട് ഐ ടോൾഡ് ഹിം, എടാ നിങ്ങൾ എന്ത് വേണോ കളിച്ചോ, പക്ഷെ നിങ്ങൾ ഫിസിക്കൽ അബ്യൂസ് ചെയ്തിട്ട് നിങ്ങൾ കളിക്കണ്ട എന്നുള്ളത് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും ഞാൻ ഇതേപോലെ ബുക്ക് എടുത്ത് നമ്മുടെ സ്ഥിരം പണി ചെയ്തിട്ട് വന്നപ്പോൾ അവൻ വിളിച്ചിട്ട് പൂജ എനിക്കൊരു കാര്യം പറയണം എന്ന് പറഞ്ഞു. സോ സ്ലാപ്പ് മാത്രമല്ല, അവരിങ്ങനെ മുടി പിടിച്ച് വലിക്കും, അതൊക്കെ ആ ഒരു ഫൺ സെൻസിൽ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ ദെൻ അവൻ എന്നെ സ്ലാപ്പ് ചെയ്തു. ഓക്കെ, അപ്പോ എനിക്കിത് മനസ്സിലാവുന്നേ ഇല്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഫിസിക്കൽ അബ്യൂസ് പാടില്ല എന്നുള്ളത് ഗെയിംസിൽ. ബട്ട് ദെൻ അപ്പോൾ സാധാരണ നമ്മൾ അടിക്കാറുള്ള നമ്മളെ ബന്ധുക്കളും നമ്മുടെ സെയിം ഏജിലുള്ള നമ്മുടെ കസിൻസും ബ്രദർ സിസ്റ്ററും ഒക്കെ ആയിരിക്കും. പെട്ടെന്ന് ഞാൻ ആ ഒരു മോഡിലേക്ക് പോയി. ഇവൻ എന്നെ അടിച്ചിട്ട് ഓടിക്കളഞ്ഞു, എൻ്റെ ഒരു അടുത്തേ ഇല്ല. അപ്പോൾ അന്ന് ഞാൻ വീട്ടിൽ പോയപ്പോൾ വിചാരിച്ചത് ഇത് പറയണ്ട, ഇനി അത് വലിയൊരു സീൻ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ റെഡ് പാട് കിടക്കുമല്ലോ, അത് കണ്ടിട്ട് വീട്ടിൽ നിന്ന് പൊക്കി. പിന്നെ എൻ്റെ ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു. അത് കണ്ടിട്ട് അമ്മ പിന്നെ അവരത് ഏറ്റെടുത്തൊരു വലിയ കംപ്ലൈൻറ്റ് സീനൊക്കെ ആക്കി. ബട്ട് ദ തിങ് ഈസ് ഇത് കംപ്ലൈൻ്റ് ആയി, അതിന് വേണ്ട ആക്ഷൻ എടുത്തപ്പോൾ ആ എൻറ്റയർ ബ്ലോക്കിലെ പിള്ളേർ എന്നോട് മിണ്ടാതെയായി. അന്നത്തെ മോറൽ കോമ്പസ് അതാണ്. ലൈക്ക് ഫ്രണ്ട്സ് പ്രശ്നം ആക്കേണ്ടിയിരുന്ന കാര്യമില്ല അല്ല. സോ അപ്പൊ എനിക്കത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, അത് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് സുഹൃത്തിന്റെ പേരിലാണെങ്കിലും ഫിസിക്കൽ അബ്യൂസ് ഇസ് നോട്ട് ഓക്കെ. ആൻഡ് അത് ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അതൊരു ഗെയിം ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ദെൻ അപ്പൊ എനിക്കൊരുപാട് എൻ്റെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളൊരു സാധനം വന്നത്. ബട്ട് ലുക്കിംഗ് ബാക്ക് ഐ എം ലൈക്ക് അത് എല്ലാവരും ചെയ്യേണ്ടിരുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ലൈക്ക് ദാറ്റ് കോളേജിൽ
വർക്ക് പ്ലേസിൽ ഒക്കെ നമ്മൾ ഇങ്ങനത്തെ പല പല സാധനങ്ങൾ ദെൻ വി ഡോണ്ട് നോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈൻഡിൽ എന്തോ ഒരു നെഗറ്റീവ് സംഭവം ഫീഡ് ചെയ്തതിൻ്റെ പുറത്താണ് നമുക്ക് അടിക്കാം, ഇറ്റ് ഇസ് ഓക്കെ, നമുക്ക് അബ്യൂസ് ചെയ്യാം എന്നുള്ളൊരു സാധനം റൺ ആവുന്നത് നമുക്കപ്പോൾ അറിയത്തില്ല. അതിനെല്ലാം വോയിസ് റേസ് ചെയ്ത പോലെ തന്നെയാണ് ഞാൻ നോർമലി നമ്മുടെ സോഷ്യൽ മീഡിയയിലും വന്നിട്ട് ഓരോന്ന് പറഞ്ഞത്. അതിന് താഴെ കമന്റ് സെക്ഷനിൽ ഇവൾ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ ഞാൻ ഫെമിനിസ്റ്റ് ആണ്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഈ ഫെമിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, ഐ കോൾ മൈസെൽഫ് എ ഫെമിനിസ്റ്റ് ആൻഡ് ഐ എം പ്രൗഡ് ടു ബി എ ഫെമിനിസ്റ്റ്. അപ്പോൾ കാരണം എൻ്റെ അപ്പോൾ അതിന് മറുവാദമായിട്ട് പലപ്പോഴും വരുന്നത് എനിക്ക് 100 കട്ട പൊക്കാം, ഒരു സ്ത്രീക്ക് പൊക്കാൻ പറ്റുമോ? പക്ഷെ അതല്ലല്ലോ ഫെമിനിസം. ഇറ്റ് ഈസ് ബേസിക്കലി അബൌട്ട്, ഇപ്പം ഞാൻ അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി, ഞാൻ രാത്രി ഇറങ്ങി നടക്കുന്ന പോലെ അവൾക്കും ചോദ്യം ചെയ്യപ്പെടാതെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് ഒരു ജോലി ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ അവൾക്കും അതിന് വേണ്ട സ്വാതന്ത്ര്യം എന്നുള്ളൊരു ബേസിക് കൺസിഡറേഷനാണ്, അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു അതാണ് ഇക്വാലിറ്റി എന്നുള്ളത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അപ്പോൾ പൂജയുടെ കോണ്ടന്റ് അല്ല, അതാണ് ഇക്വാലിറ്റി വേണ്ടെന്നാണ് ശരിക്കും ഫെമിനിസം. പക്ഷെ ഇത് പലപ്പോഴും ഒരു ഫിസിക്കൽ കേപ്പബിലിറ്റിയുടെ കാര്യങ്ങളായിട്ടും, ആണുങ്ങൾക്ക് ഫാക്ടറിയിൽ 12 മണിക്കൂർ ജോലി ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് പറ്റുമോ, ആണുങ്ങൾ 100 തെങ്ങ് കയറും പെണ്ണുങ്ങൾക്ക് പറ്റുമോ, അതല്ല അവർ ആവശ്യപ്പെടുന്നത്. സോ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ പൂജ കോണ്ടന്റ് ഇടുമ്പോൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഫുള്ളി ബാലൻസിങ് ആക്ടും പരിപാടിയാണ്. പലപ്പോഴും ഞാൻ പൂജയുടെ റിപ്ലൈ വായിക്കാറുണ്ട്, ഇറ്റ്സ് ദാറ്റ് ഫണ്ണി. ബട്ട് at any point have you been like, oh my god, I am done explaining this shit? യെസ് എന്ന് വെച്ചാൽ നമുക്ക് അത് ഈ ഫെമിനിസത്തെ പറ്റി തന്നെ അല്ല, കോമൺ സെൻസ് ഉള്ള പല പല കാര്യങ്ങളെ പറ്റി നമുക്ക് ദൈവമേ എന്ന് നമുക്ക് തോന്നാറുണ്ട്. ബട്ട് ദ തിങ് ഈസ്, ഈ ഫിസിക്കൽ എബിലിറ്റിയുടെ കമ്പാരിസൺ അത് പ്രിയങ്ക ചോപ്ര ഒരിക്കൽ പറഞ്ഞതാ. പ്രിയങ്ക ചോപ്ര അല്ലേ പുള്ളിക്കാരി ദിസ് ഇസ് സെറിബ്രൽ കപ്പാസിറ്റി എന്നൊക്കെ പുള്ളിക്കാരും ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാവുന്നിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം ഫിസിക്കലി ഉള്ള ഡിഫറൻസ് അതിപ്പം മാൻ ടു മാൻ ഡിഫറെൻ്റ് ആണ്, വിമൻ ടു വിമൻ ഡിഫറെൻ്റ് ആണ്. ചില വിമൻ ആണുങ്ങളെക്കാട്ടി പവർഫുൾ ആണ്. ബട്ട് ദ പ്രോബ്ലം ഇസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അത് വിമൻ മാത്രമല്ല, കാലാകാലങ്ങളായിട്ട് ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് സപ്രസ് ആയിരിക്കുന്നത്. ഇന്ത്യയിൽ സ്പെഷ്യൽ എടുക്കുകയാണെങ്കിൽ ലോവർ കാസ്റ്റ്, ലോവർ ക്ലാസ് പീപ്പിൾ, അവർ കാലാകാലങ്ങളായിട്ട് സപ്രസ്ഡ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റിസർവേഷനും കാര്യങ്ങളും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള ആൾക്കാർ കാണുന്ന ഒരു ലോകം എന്ന് വെച്ചാൽ പെൺകുട്ടികൾ ജോലിക്ക് പോയി തുടങ്ങി, അവർ ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങി, അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങി. സോ ദേ ആർ ലൈക്ക്, ഇവർക്ക് ഓൾറെഡി എല്ലാം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തിനാണ്? ബട്ട് വാട്ട് ദേ ഡോണ്ട് സീ ഇസ് കാലാകാലങ്ങളായിട്ട് ഈ ഒരു സെക്ഷൻ ആൾക്കാർ ഒരുപാട് സപ്രസ്ഡ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് നോട്ട് ദ സെയിം. അപ്പോൾ അവർക്കൊരു എക്സ്ട്രാ പുഷ് കൊടുത്താലേ ഇതിൽ ബാക്കിൽ കിടക്കുന്ന ഒരു സെക്ഷൻ ആൾക്കാർക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ പത്രങ്ങളിൽ കാണുന്നതാണ്, എല്ലാ ജാതിയും ഒക്കെ SC/ST ഒഴികെ, അതൊക്കെ വെളുത്ത നിറം, ഇതിൻ്റെയൊക്കെ പേരിൽ ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നടക്കുന്ന കാലത്താണ് ലോകം ഈക്വൽ ആണെന്നുള്ള ഒരു യൂട്ടോപ്പിയൻ കൺസെപ്റ്റുമായിട്ട് കുറെ പേര് നടക്കുന്നത്. അതെ, ഈവൻ ഇപ്പൊ ഈ ബസ്സില് ഒരു എക്കണോമിക്, ഇപ്പൊ ലേഡീസിന് ഫ്രീ ട്രാവൽ കൊടുക്കുമ്പോൾ ഒരു എക്കണോമിക് കൺസിഡറേഷൻ അതിൽ വെക്കുന്നത് ഇസ് ലോജിക്കൽ. ഓക്കെ, ഒരു സർട്ടൺ എക്കണോമിക് സ്ട്രാറ്റയിൽ മുകളിൽ നിൽക്കുന്ന ലേഡീസിന് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വാട്ട് ദിസ് ഇസ് എൻകറേജിങ് വുമൻ ടു ഡു. കാരണം ഏത് നമ്മളൊരു ഫാമിലിയിൽ എടുത്തു കഴിഞ്ഞാലും വി ക്യാൻ ഹിയർ മെൻ സേയിങ്, എൻ്റെ ഭാര്യ പുറത്തോട്ട് ഇറങ്ങത്തില്ല, അവൾക്ക് ഇതിനൊന്നും ചെയ്യേണ്ട താല്പര്യമില്ല, അവൾക്ക് പുറത്തോട്ട് പോകാനോ കറങ്ങാനോ ഒന്നും താല്പര്യമില്ല. വൈ? ബിക്കോസ് കാലാകാലങ്ങളായിട്ട് വീട്ടിലിരുന്ന് അങ്ങനെ ആയിപ്പോയി. അവർക്ക് പുറത്തൊരു ലോകം ഉണ്ടെന്നോ അത് കംഫർട്ടബിൾ ആണെന്നോ ട്രാവൽ ചെയ്യണമെന്നോ ഒരു പുഷില്ല, അവർ ആ ഒരു ഇനേഴ്ഷ്യയിൽ നിൽക്കുകയാണ്. ഇങ്ങനെ കുറച്ച് സ്കീം വരുമ്പോഴേ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങട്ടെ ഒരു മൊമെന്റം. ഈ ആണുങ്ങള് നമ്മുടെ ഈ പറയുന്ന ഫാക്ടറിയിലും അവിടെ ഇവിടെയും പോയി ഇത്രയും കഷ്ടപ്പെടുന്നു എന്നൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണോ? ഇങ്ങനെ ജോലി ചെയ്ത് നശിപ്പിക്കാനുള്ള ജീവിതമാണോ ആണുങ്ങളുടെ? വൈ ഷുഡ് മെൻ ടേക്ക് ഓൾ ദ റെസ്പോൺസിബിലിറ്റി? Men are also victims of patriarchy. എക്സാക്ട്ലി. എന്തിനാണ് അവർ അത്രയും ഒരു പയ്യൻ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി പുള്ളിക്കാരുടെ കല്യാണമാണ്. ഒരു കുഞ്ഞു പയ്യന്റെ തലയിൽ എന്തിനാണ് അതെടുത്ത് വെച്ചു കൊടുക്കുന്നത്? സോ ഫെമിനിസം, ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് അബൌട്ട് ഷെയറിങ് റെസ്പോൺസിബിലിറ്റി. ഒരാളുടെ തലയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഈക്വൽ കപ്പാസിറ്റി ഉള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ ദേ ഷുഡ് ഷെയർ ദ ഹാഫ് ദ തിങ്.
അതിന് അവരെ എനേബിൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന അതെ, അതിനവരെ എനേബിൾ ചെയ്യുന്നതാണ് കാര്യം. Yes. അതാണ് പ്രശ്നം. അതിന് അപ്പൊ പലരും പറയുന്നത് പറഞ്ഞാൽ അയ്യോ നോ യു ഹാവ് ടു ടെൽ ദം ബിക്കോസ് ദേ ആർ ട്രെയിൻ ഡിഫറെന്റ് അല്ലേ. യെസ്. സോ ഈ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ ദേ ആർ ഷെയറിങ് ഈക്വൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ തലയിലാവുകയല്ല. കാരണം ഓഫ് കോഴ്സ് വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്യേണ്ടി വരും. ബട്ട് ദെൻ ദാറ്റ് ഈസ് എ ഹ്യൂജ് റിലീഫ് നോട്ട് ഓൺലി ഫോർ നമ്മൾ ഈ ഫാമിലി ലെവലിൽ തുടങ്ങുന്നതിൽ ഫോർ ദ നേഷൻ ആസ് എ ഹോൾ. ഈ പറയുന്ന എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിമണിനും ഈക്വൽ എക്കണോമിക് പവർ ഉണ്ട്. എത്ര ഡെവലപ്ഡ് രാജ്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വിമണിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതിന് കേരള ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നതാണ് വലിയ കാര്യം. അപ്പോൾ അതായത് ബസ്സുകളിൽ ഇപ്പോൾ പ്രിയദർശിനി സ്കീം അത് ഇപ്പോൾ ഈ പറയുന്ന പോലെ പലരും പറയും പല സ്ത്രീകളെയൊക്കെ, പക്ഷെ ഒരു എക്കണോമിക് സ്ട്രാറ്റജി മുകളിൽ സ്ത്രീകൾ ഓർഡിനറി ബസ് ഉപയോഗിക്കാറില്ല. അതല്ലേ ബൈ ഡിഫോൾട്ട് അവർ ഉപയോഗിക്കത്തില്ല. കാരണം അവര് ബസ്സിൽ കയറി അവരുടെ ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അവർക്ക് അതിന്റെ എക്കണോമിക് മീൻസ് ഉണ്ടെങ്കിൽ ദേ പ്രയോറിറ്റൈസ് ഇറ്റ് അക്കോർഡിംഗ്ലി. പക്ഷെ ഇതിൽ എപ്പോഴും പണി കിട്ടി കിടക്കുന്നത് ഇതിനൊന്നും. ഞാൻ ഈ പ്രിയദർശിനി സ്കീം വന്നപ്പോഴത്തേക്കും ഒരു ചേച്ചി പുള്ളിക്കാരി ലൈക്ക് ബസ്സിലിരുന്നിട്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നത്, ഇനി എനിക്ക് പുറത്തിറങ്ങാൻ ഭർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു നോർമൽ സിനാറിയോ ആണ്. ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ചേട്ടാ ഒരു 10 രൂപ തരുമോ അല്ലെങ്കിൽ 100 രൂപ തരുമോ. ഈ ചേട്ടൻ ഓൾറെഡി വീടിന്റെ മുഴുവൻ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എടുത്ത് തല പുകഞ്ഞിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ വന്ന് പൈസ ചോദിക്കുമ്പോഴത്തേക്കും പുള്ളി കൊടുക്കുന്നതിൽ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും. അത് കാരണം 3ാമത്തെ തവണ ചോദിക്കാൻ തോന്നത്തില്ല. അങ്ങനെ നമ്മൾ ശരിക്കും നമുക്ക് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാം. വെറുതെ എന്തിനാ ഞാൻ മറ്റൊരാൾക്ക് ബാധ്യതയാവുന്നത്. ഈ ബാധ്യത എന്നുള്ളൊരു ഫാക്ടർ എടുത്ത് കളയാണ് ഈ പറയുന്ന സ്കീംസ് ചെയ്യുന്നത്. അത് നോട്ട് ഓൺലി ഫോർ വിമൻ ബട്ട് ഫോർ ഓൾസോ. ഇറ്റ്സ് ഗ്രേറ്റ്. പിന്നെ അപ്പോൾ ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷനിലോട്ട് വരുമ്പോൾ there are a lot of, I don't want to mince the words, there are a lot of stupid people out there. Extremely stupid people who അതായത് ഭയങ്കര ഒപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺലി എൻഡോസ് ചെയ്ത് പറയാ. അവർക്ക് അതിനുള്ള വേദി കിട്ടുന്നു, അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം നമ്മൾ ആരെയും നെയിം ചെയ്യുന്നില്ല, പക്ഷെ വി ഓൾ നോ ഹൂ ദീസ് പീപ്പിൾ ആർ. സ്ഥിരമായിട്ട് വേദികൾ കിട്ടുന്നു, അടിപ്പിച്ച്. ആൻഡ് വാട്ട് സ്കെയർസ് മീ മോസ്റ്റ് ഇസ് യങ് പീപ്പിൾ സപ്പോർട്ടിങ് ദീസ് ഗൈസ്, സപ്പോർട്ടിങ് ദീസ് പീപ്പിൾ. ചെന്നിട്ട് പറയണം ശരിയാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരത്തിൻ്റെ കാര്യം എന്താ, ഇവർക്ക് അതങ്ങനെ തുടങ്ങിയില്ലേ ഈ ഫെമിനിച്ചി ഇതുപോലുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ കമൻറ്റ് സെക്ഷനിൽ ഈ പറയുന്ന പോലെ ഹെയ്റ്റ് വരുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ വെൻ സംബഡി കെയിം ആൻഡ് ആക്ച്വലി റെസ്പോണ്ടഡ്, ഓക്കെ എൻ്റെ ചിന്ത തെറ്റായിരുന്നു, താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ നോ ദിസ് ഇസ് ദി അതർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് റിയൽ, ഐ മീൻ യു വിൽ ഫീൽ ദാറ്റ് ഓക്കെ മൈ പേർപ്പസ് ഇസ് ഡൺ. അങ്ങനെ ഏതെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? സോ ടു സ്റ്റാർട്ട് വിത്ത്, ഐ don't believe that we can change people. Okay. Nobody can ever change people. പക്ഷേ we can exist in a way that we can tell them there is another way. Okay. ഇതല്ലാതെ ഇങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു വേ കാണിച്ചു കൊടുക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പേഴ്സണൽ ചോയ്സ് ആണ്. സോ ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് ഈ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര നമ്മൾ ഡെവലപ്പ് ആയാലും അങ്ങനൊരു സർക്കിൾ എന്നും ഉണ്ടായിരിക്കും. ഈ ഭൂമി മുഴുവൻ മുള്ളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെരുപ്പിടാനേ പറ്റുള്ളൂ. നമുക്ക് മുള്ള് പറിക്കാൻ നിന്ന് അതിനെ സമയം കിട്ടുള്ളൂ. സോ എൻ്റെ ഇൻറ്റൻഷൻ ആൾക്കാരെ ചേഞ്ച് ചെയ്യാന്നുള്ളതേ അല്ല, പേഴ്സണൽ ചോയ്സ് ആണ്. ചേഞ്ച് ചെയ്യാനുള്ളവർ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കോളും. പിന്നെ ഈ പറയുന്ന എനിക്ക് കിട്ടാറുണ്ട് കമൻസ്, അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അത് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് ഒരു പർപ്പസ് ഉള്ളതല്ല. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എനിക്കിപ്പം ആൾക്കാരെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പർപ്പസ് അങ്ങനെയൊന്നുമില്ല. ഐ എം ജസ്റ്റ് എക്സിസ്റ്റിങ്. ഇങ്ങനൊരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ആളുണ്ട്, ഇങ്ങനൊരു തോട്ട് പ്രോസസ് ഉണ്ട്, അയാൾക്ക് അതിനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ഹാപ്പി പ്ലേസ്. ഓക്കെ, നമ്മൾ മറ്റ് ലൈക്ക് വിമൻ ഒബ്വിയസ്ലി നമ്മൾ ഈ റിഗ്രസീവ് ആയിട്ടുള്ള തോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സ്പേസ് ആണ്. നമ്മൾ വിചാരിക്കുകയാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല എങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു പെണ്ണ് നടന്നു പോകുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നമ്മുടെ മനസ്സിലാണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്, ആ പെങ്കൊച്ചിനൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറെ മൈൻഡ് സെറ്റ് ആയിട്ട് നടക്കുന്നവർ ദേ ആർ ഇൻ എ വെരി ബാഡ് എനർജി വൈബ് പ്ലേസിലാണ് നിൽക്കുന്നത്. എവറിത്തിങ് ഡിസ്റ്റർബ്സ് ദം. എന്നിട്ട് ആ കുറ്റവും പറഞ്ഞ് അവരുടെ ലൈഫ് അങ്ങനെ നരകത്തിലായി പോകത്തേ ഉള്ളൂ.
നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവരങ്ങനെ തന്നെ ജീവിക്കും. പിന്നെ ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ഹോപ്പ്ഫുള്ളി ഒരു ലോങ് ടേമിൽ അതൊക്കെ സോൾവ് ആവുമായിരിക്കും. ബട്ട് യെസ്, മൈ കണ്ടന്റ് ഇസ് ജസ്റ്റ് ടെല്ലിങ് ദം സി ദർ ഇസ് അനദർ വേ. ബാക്കി നമുക്ക് എല്ലാവർക്കും തലച്ചോറുണ്ട്, ഉപയോഗിക്കാം. So you're also in the stand-up space. Yeah. അതായത് and congrats on your success in Manorama's recent show. അപ്പോൾ ഈ സ്റ്റാൻഡപ്പ് സ്പേസിൽ ഒന്നാമത് മലയാളത്തിൽ സ്റ്റാൻഡപ്പ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമേ അല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം തമിഴ് പോലെയോ അല്ലെങ്കിൽ ഹിന്ദി പോലെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലെയോ അല്ലാത്ത എന്തോ ഒരു റിജിഡ്നെസ് മലയാളി ഓഡിയൻസിനോ മലയാള ഭാഷയ്ക്കോ ഉണ്ട്. എനിക്ക് എന്താണെന്ന് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ബട്ട് ഐ ഹവ് സീൻ ഗൈസ് ലൈക്ക് മഹാദേവൻ ക്രാക്ക് ഇറ്റ്, യുനോ. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ pretty much a loner space ആണ് അവിടെ വരുന്നത്. സോ ഹൗ ഡു യു സീ ദിസ് ജേർണി ഗോയിങ് അഹെഡ്? Oh my God, എനിക്കിത് പറയുമ്പോൾ ഗിൽറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഐ വാണ്ടഡ് ടു ഡു എ ഷോ ഫോർ എ ലോങ് ടൈം. പക്ഷേ എൻ്റെ ഈ വർക്കും കാര്യങ്ങളും കാരണം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ആ മനോരമയുടെ ഷോ കഴിഞ്ഞിട്ട് ഐ എം നോട്ട് ഏബിൾ ടു ഡു എ ഷോ ഓഫ് മൈ ഓൺ. ബട്ട് ഐ എം പ്ലാനിങ് ഇറ്റ്. അതിങ്ങനെ ഈ നമ്മുടെ ഇൻ ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഉണ്ട്. ജേർണി ഗോയിങ് അഹെഡ് അൺഎക്സ്പ്ലോർഡ് സ്പേസ് ആണ്. ഐ ഹാവ് സീൻ വിമൻ ഡു ഷോസ്. അത് നൈസാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മലയാളി ഇപ്പം നമ്മൾ യൂട്യൂബ്, ഇനിയിപ്പം ഞാൻ കാണുന്ന കണ്ടന്റ് കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. യൂട്യൂബിലായാലും അങ്ങനെയുള്ള സ്പേസിലൊക്കെ എനർജി കുറച്ച് മെച്യൂർ എനർജിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാണുന്ന ആൾക്കാരും അത് ലൈക്ക് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരും കുറച്ച് ഭയങ്കര എനർജറ്റിക്, കാണുന്ന ആൾക്കാരും ആ ഒരു മോഡിൽ നിന്ന് അവരെ എന്നുള്ളൊരു മോഡത്തേക്ക് കൊണ്ട് വരാൻ അങ്ങനെ ഒരു എനർജിയൊക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഐ തിങ്ക് എന്നെക്കാളും ഐ ഗെസ് യങ് ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും ആ റെവല്യൂഷൻ ലൈക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത്, ഐ തിങ്ക്. പക്ഷെ നമുക്കും എന്തെങ്കിലുമൊക്കെ ആ ഒരു രീതിയിൽ കൊണ്ടുവന്ന് കൊള്ളാമെന്നുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞാൻ ഇപ്പം ഇന്ത്യയിലെ തന്നെ സ്റ്റാൻഡപ്പ് സീൻ സംസാരിക്കുകയാണെങ്കിൽ I'm sure you're following everything. But Samir Raina, okay, the guy is bigger than any other creator probably in the world right now. For the latest Alia Sharwari episode has crossed 50 million views. Still I Love has crossed 50 million views. But he went through probably toughest phase of his life. So, about speaking about content, is there a fine line? അതായത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയാണ് വന്നിട്ട് പറയുന്നത് സ്റ്റാൻഡപ്പ് കോമഡി നല്ലതാണ്, പക്ഷേ ചില കാര്യങ്ങൾ പറയാൻ പാടില്ല, അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. മധ്യപ്രദേശിൽ ഹാബിറ്റായിട്ട് അടിച്ച് തകർക്കുന്നു മനുഷ്യർ. അപ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര സെൻസിറ്റീവ് സ്പേസ് ആണ്. സോ പൂജയുടെ ടേക്ക് എന്താണ്? ഈസ് ദർ എ ഫൈൻ ലൈൻ ബിറ്റ്വീൻ വാട്ട് ഷുഡ് ഗോ ഓൺ സ്റ്റേജ് ഓർ വാട്ട് ഷുഡ് നോട്ട്? ആക്ച്വലി നർമ്മം എന്ന് പറഞ്ഞൊരു സാധനം, അതിന് ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിലും അതിലൊരു കോമഡി ചേർത്ത് പറയുമ്പോൾ വി ആർ നോട്ട് ഫോഴ്സിങ് ദം ടു തിങ്ക് ആർ വേ, ബട്ട് വി ആർ ഷോയിങ് ദം സീ ഹൗ സ്റ്റുപ്പിഡ് മറ്റേ ഓൾറെഡി നടക്കുന്ന പാത്ത് എന്ത് സ്റ്റുപ്പിഡ് ആണെന്ന് നർമ്മത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഈ കുഞ്ചൻ നമ്പ്യാർ ഉൾപ്പെടെ നമ്മുടെ ഈ സോഷ്യൽ ഒരുപാട് ക്രിറ്റിസിസംസ് അങ്ങനെയാണ് നർമ്മത്തിലൂടെയാണ് വന്നിട്ടുള്ളത്. സ്റ്റാൻഡപ്പ് കോമഡി ഹാസ് ദ സെയിം പൊട്ടൻഷ്യൽ. സ്റ്റാൻഡപ്പ് കോമഡിക്കും ഹാസ് അല്ല ആണ്, ഇറ്റ് ഈസ് ദ സെയിം പൊട്ടൻഷ്യൽ. സോ കോമഡിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറച്ച് കാണിക്കാതെ നമുക്ക് കോമഡി പറയാൻ പറ്റത്തില്ല. ഇൻ ദ സെൻസ് ദർ ഷുഡ് ബി എ കോൺട്രാസ്റ്റ്, അല്ലെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ വേണം. അപ്പം വേണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സെൽഫ് ഡിഗ്രേഡ് ചെയ്തിട്ട് കോമഡി പറയാം. പക്ഷെ എല്ലാം സെൽഫ് ഡിഗ്രേഡേഷൻ ആയിക്കഴിഞ്ഞാൽ അവിടെയും പോയി. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ സെൽഫ് ഡിഗ്രേഡ് ചെയ്യാം, പക്ഷെ എല്ലാം അത് മാത്രമായ അവിടെയും പോയി. അപ്പം നമുക്ക് ഒബ്വിയസ്ലി അടുത്ത ഓപ്ഷൻ സൊസൈറ്റി കാണുന്ന കാര്യങ്ങൾ പറയാനേ പറ്റത്തുള്ളൂ. ബട്ട് മൈ ഒപ്പീനിയൻ ഇസ് നമുക്കൊരു മോറൽ കോമ്പസ് വേണം. ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന് മോറൽ കോമ്പസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഓൾറെഡി ലൈക്ക് സമീർ റെയ്നയുടെ എനിക്കൊന്ന് ലേറ്റന്റിലാണ് ഒരു വലിയ ലേറ്റന്റിൽ ഒരു അന്ന് കുറെ പേര് അതില് വള്ളിയായി. റിബൽ കിഡ് കോമഡി എന്താന്ന് വെച്ചാൽ പുള്ളി ഉദ്ദേശിച്ചത് രൺവീർ പറഞ്ഞ സാധനം ഇസ് ഓൾറെഡി എ വെരി പോപ്പുലർ തിങ്. He took it from an Australian show or something. The problem is പണ്ട് ഇത് ഓക്കെ ആയിരുന്നു.
പക്ഷേ ഈ പുതിയൊരു ജനറേഷൻ അവർ ഭയങ്കര വോക്കാണ്. അപ്പൊ പണ്ട് പറഞ്ഞിരുന്ന സെയിം ടെംപ്ലേറ്റ് നമ്മൾ ഇപ്പൊ പറഞ്ഞ അവര് പൊക്കും എയറിലാക്കും. അറിയാലോ. ഇപ്പൊ വേറെ ഏതോ ഒരു പ്രണീത് മോറയുടെ സീൻ പണ്ടും പുള്ളി സെയിം സാധനമാണ് പറഞ്ഞിരുന്നത്. അന്ന് ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് വഗിറ്റ് ഓഫ് ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പോഴത്തെ പിള്ളേർ അത് പൊക്കി അത് സീൻ ആക്കും. സോ നമ്മുടെ മോറൽ കോമ്പസ് കുറച്ച് സ്ട്രോങ് ആയിരിക്കണം. വി ഷുഡ് നോ ലൈക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് ഇറ്റ് വിൽ ഹേർട്ട് ദം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ഹേർട്ട് അസ്. സി അതിനകത്തൊക്കെ പറഞ്ഞെന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഡെഡ് ബോഡിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ഒരു റേപ്പിനെ പറ്റി പറയുന്നു. അപ്പൊ ഒരു റേപ്പിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെൻസിറ്റീവ് കാര്യത്തിനെ പറയുമ്പോൾ നമുക്ക് സ്വയം ഹേർട്ട് ആവുന്നില്ലെങ്കിലേ അത് നമ്മൾ കോമഡി ആക്കി പറയത്തുള്ളൂ. സോ വി ഹാവ് ടു ട്രൈ ടു ബി ആസ് കോൺഷ്യസ് ഓഫ് ദിസ് ആസ് പോസിബിൾ. എനിക്ക് അതിനൊരു എക്സാമ്പിൾ പറയാനുള്ളത് മാക്സ് അമീനിയാണ്. കാരണം പുള്ളി ഡിഗ്രേഡ് ചെയ്യുന്ന പോലെ പുള്ളി ഇരുത്തി റോസ്റ്റ് ചെയ്യും മറ്റേ ക്രൗഡ് വർക്കിലൊക്കെ. പക്ഷെ ഹി എൻഡ്സ് ഇറ്റ് വിത്ത് എ സ്വീറ്റ് നോട്ട്. ഒരു എന്തെങ്കിലും പറഞ്ഞ് അതിനെ ഒന്ന് കംഫർട്ട് ചെയ്തിട്ടേ നിർത്തത്തുള്ളൂ. സോ ദാറ്റ് ഹാർഡ് ഫീലിങ്സ് ഇല്ല. അതേപോലെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ കോമഡി ആയിട്ട് പറയുന്നത് ലേറ്റർ ഓൺലി വീൽ റിയലൈസ് ഓക്കെ ഇത് പ്രോബബ്ലി പറയാൻ പാടില്ലാത്തായിരുന്നു. ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ഗോണ ഗെറ്റ് ഹേർട്ട് ബൈ ദിസ് എന്നുള്ളത്. സോ നമ്മൾ മെഷർ ചെയ്ത് പറയുക എന്നുള്ളതാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇറ്റ് ഷുഡൻ സെൻസർ യുവർ സെൽഫ്. നമ്മൾ എന്താണ് എന്നുള്ളത് സെൻസർ ചെയ്ത് നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ടൂ മച്ച് പൊളിറ്റിക്കലി കറക്റ്റ് ആവുമ്പോൾ എസ്പെഷ്യലി കോമഡി എന്നുള്ളൊരു സ്പേസിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കോമഡി വരത്തില്ല, നമുക്ക് വാർത്ത വായിക്കാനേ പറ്റത്തുള്ളൂ. സോ കുറച്ചൊരു ആ ബാലൻസ് ബ്രിങ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് ആണ്. അതായത് സമീർ റൈനയുടെ ഷോ, ഐ എം ടേക്കിംഗ് സമീർ റൈന ആസ് എൻ എക്സാമ്പിൾ. സമീർ റൈനയുടെ ഷോ കാണുമ്പോൾ പുള്ളിക്കാരൻ വളരെ ഹീ കിൽസ് ഇറ്റ് ആൻഡ് ഹീ ടേക്സ് ഇറ്റ് ഓൾസോ. പക്ഷേ സമീർ റൈനയുടെ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഒഫെൻസീവ് ആയിട്ട് തോന്നിയിട്ടില്ല. ഐ എം ലൈക്ക് ഓക്കെ ഇറ്റ്സ് എ ജോക്ക് എന്നുള്ളത് എൻ്റെ മനസ്സിലെവിടെയാണ്. പക്ഷെ വേറെ പ്രണീത് മോറയുടെ കണ്ടപ്പോൾ എനിക്കത് എടുക്കാൻ തോന്നിയില്ല. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഫൈൻ ലൈൻ ഇസ്. Is it delivery or is it something else? I don't know what that is. So what is your take? ലേറ്റ് എൻഡില് ഞാൻ സമീറിനെ പറഞ്ഞത് ഐ ഡോണ്ട് റിമെമ്പർ. ബട്ട് ആ റിബൽ കിഡ് പറഞ്ഞ സാധനം എനിക്ക് ഓർമ്മയുണ്ട്. സോ ഐ ടെൽ യു ബിക്കോസ് ആ ഷോയിൽ വന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഷോയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാം ഭയങ്കര ഒഫെൻസീവ് ആണ്. പക്ഷെ അന്ന് ഒരാള് വന്ന് പറഞ്ഞു ദാറ്റ് വാസ് വെരി ഒഫെൻസീവ്. കൊമേഡിയൻ പറഞ്ഞത് ഒഫെൻസീവ് ആണ്. അതിനെ ഡിഫെൻഡ് ചെയ്താണ് അവിടെ ഇരുന്ന ലൈക്ക് ആൾക്കാർ പറഞ്ഞത്. I still remember the line very clearly. He came and said vagina mein khudi ho rahi kya, something like that. Sensation khatam ho gayi kya. And Rebel Kid പറഞ്ഞ മറുപടി പുറത്ത് വന്നതിന് ശേഷം നീ വജൈന കണ്ടിട്ടുണ്ടോടാ നാറി എന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. And it's a great comeback to what. പക്ഷെ she went through like how can she speak about that. അതെങ്ങനെ അങ്ങനെയുള്ള രീതിക്കാണ്. And the fun part is ഇത് പറഞ്ഞ ആളെ ആരും he is not even in the scene. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു സാധനം അത് ഒരു ഇൻസൾട്ടിങ് രീതിയിലാണ് പറഞ്ഞത്. ആൻഡ് ഐ കൺസിഡർ റിബൽ കിഡിന്റെ ഒരു കംബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീരെ ഹേർട്ട് ആയിട്ട് പറഞ്ഞതാണ് ഒരിക്കലും. കാരണം ഒരു പെൺകുട്ടിയോട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആൻഡ് ഇറ്റ് വാസ് എ കില്ലർ കംബാക്ക്. ബട്ട് ഷീ വാസ് പുട്ട് ഇൻ ദി but the fact is she exists even now. She's thriving. പുള്ളിക്കാരി സകല പോസ്റ്റും ഡിലീറ്റ് ചെയ്ത് പോയതിനു ശേഷം she made a comeback. I mean it takes immense courage. കാര്യങ്ങൾ. And coming to this again, ഇപ്പൊ സമീർ റൈന ആൻഡ് പ്രണീത് മോറെ, ഇപ്പൊ സമയുടെ ഷോയിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളോടും ഉപയോഗിക്കാം. പക്ഷെ സമയുടെ ഞാൻ സ്റ്റാൻഡപ്പ് സ്പെഷ്യൽസ് കണ്ടിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രണീതിന്റെ I am as an audience I am unable to enjoy. സമയുടെ I didn't find it. I don't know what that is. Probably എന്റെ തലയിൽ എന്തോ ഒരു സംഭവം. കാരണം എന്താണെന്നറിയാം, ഈ സൊസൈറ്റിയിൽ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. പ്രണീതിന്റെ വന്നപ്പോ വോയിസ് റേസ് ചെയ്തത് ഐ തിങ്ക് ഇറ്റ് ഇസ് വൺ കൈൻഡ് ഓഫ് ഓഡിയൻസ്. പക്ഷെ സമയുടെയും ലൈക് റിബൽ കിഡിന്റെ ഒക്കെ ഇതില് ആ TRP സാധനം ഉണ്ട്. അവരുടെ ഫേസ് വെച്ചിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇൻവോൾവ് ആയിരുന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ബട്ട് ദെൻ ഈ ഒരു സ്പേസിൽ വന്ന് നമ്മൾ ഈ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഏരിയയിൽ നിൽക്കുമ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പൊ ഇത് ഇപ്പം നമ്മുടെ മലയാളം കോമഡി സ്പേസിൽ വരും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇന്ദ്രൻ സേട്ടനെ എടുക്കാം. അപ്പോൾ ഇന്ദ്രൻ സേട്ടന് പണ്ട് സ്ഥിരം ബോഡി ഷേമിങ് ജോക്സ് വരുന്നു. എന്നാൽ ഇപ്പോൾ വി ആർ വെരി അവെയർ
ഓ ദിസ് ഇസ് റോങ്, ദിസ് ഇസ് റോങ്. അപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി സ്പേസിൽ വരുമ്പോൾ ഇസ് ദർ സംതിങ് പണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സ്പേസ് ഉണ്ടെന്നല്ല, പണ്ട് ഇപ്പോൾ നമ്മുടെ മിമിക്രി പല കലാഭവനാവട്ടെ, ഗിന്നസ് ആവട്ടെ, പണ്ട് സ്റ്റേജിലുണ്ടായിരുന്ന പല പല സംഭവങ്ങൾ, പല പല ജോക്സും ഉണ്ട്. ഇന്ന് നമുക്ക് അത് പറയാൻ നമുക്ക് തന്നെ അറിയാം അത് പറയുന്നത് തെറ്റാണ് എന്നുള്ളത്. സോ this might be a stupid question, but has it limited the space for people to perform? Oh no, I think പണ്ടായിരുന്നു എനിക്ക് ലിമിറ്റേഷൻ ഫീൽ ചെയ്തത്. കാരണം പണ്ട് നമ്മൾ ഇങ്ങനത്തെ ജോക്സും ഇപ്പം ഓരോ പാട്ടുകൾ തന്നെ കേൾക്കുമ്പോഴത്തേക്കും ഏതൊരു സിനിമയില് ലൈക്ക് നല്ല ചുവന്ന കളറുള്ളതിന് പക്ഷെ എന്ത് പറ്റി ആണിൻ കൈ പതിന് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ദൈവമേ ഇത് ഞാനൊരു സ്ഥലം മാറി ജനിച്ചതാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇപ്പോ സിൻസ് അത് ഓക്കെ അല്ല എന്നുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആശ്വാസമാണ്. ഓക്കെ, നൗ വി ആർ സ്പീക്കിംഗ് ടു പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ്. ഇനി നമുക്ക് ഈ റിഗ്രസീവ് അല്ലാത്ത ഒരു ഓഡിയൻസിനോട് സംസാരിക്കാം എന്നുള്ളൊരു റിലീഫാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോഗ്രസീവ് അല്ലെങ്കിൽ കുറച്ചൊരു ആൾക്കാർ അവെയർ ആവുന്നത് വിൽ ഓൺലി ബെനിഫിറ്റ് ഇൻ ദ ലോങ് ടേം. മറ്റേത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മിണ്ടാതിരിക്കേണ്ട അവസ്ഥയാണ്. കാരണം ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് എൻജോയ്സ് ഇറ്റ്. അപ്പൊ അവിടെയായിരുന്നു ലിമിറ്റേഷൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഈ പല കാര്യങ്ങളും ആളുകൾ ലോക്കർ റൂം ടോക്കായിട്ട് ഡിസ്മിസ് ചെയ്യാറുണ്ട്. പുറത്ത് അത് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെയാണ്. സോ പേഴ്സണൽ ലൈഫിൽ വെൻ ഇറ്റ് കംസ് ടു യുവർ ഫ്രണ്ട് സർക്കിൾ, അപ്പം നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഐ എം നോട്ട് ക്ലെയിമിങ് ടു ബി പെർഫെക്റ്റ്, ഐ ആം ഓൾസോ വർക്ക് ഇൻ പ്രോഗ്രസ്. പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ്. ബട്ട് ദർ ആർ ഏരിയാസ് വെയർ ഇപ്പം എനിക്ക് പോലും ഫീൽ ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായിട്ട്, എന്നെ ഒരാൾ ബോഡി ഷേവ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ ബോഡി ഷേവ് ചെയ്തിട്ടുള്ള കാര്യം പിന്നീട് ചിലപ്പോൾ എപ്പോഴൊക്കെയോ നമുക്ക് എവിടെയൊക്കെയോ കൊള്ളും. പക്ഷെ അത് ഫ്രണ്ട്സ് വളരെ ലൈറ്റായിട്ട് പറയുന്നൊരു സാധനമായിരിക്കാം. സോ ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് ദാറ്റ്? ഐ മീൻ ബീയിങ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ പൊതു ഇടങ്ങളിൽ പറയുന്ന പോലെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഡീസൻസി അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യാതിരിക്കുക കാര്യങ്ങളൊക്കെ. ഹൗ ഡു യു തിങ്ക് ഇറ്റ്സ് വെരി നമ്മുടെ ഒരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് സ്പേസിൽ പോലും പൂജ അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? ഈവൻ ഐ ആം ഗിൽറ്റി. ഐ ആം വെരി ഗിൽറ്റി. നോട്ട് ലൈക്ക് ഞാൻ ഒരുപാട് പേരോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ല, പീപ്പിൾ ഹു ആർ ടു ഡിയർ ടു മീ. എനിക്ക് ഏറ്റവും ഞാൻ ഒരു ലൈക്ക് ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്താണ്. പക്ഷെ അതില് നമ്മൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മേ ബി നമ്മൾ ഒരു 2-3 ഫ്രണ്ട്സ് ഇരിക്കുമ്പോഴാണെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറഞ്ഞത് തേർഡ് പേഴ്സൺ കേട്ടത് ചിലപ്പോൾ ബോഡി ഷെയ്മിങ് ആയിട്ടായിരിക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കണക്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ തേർഡ് പേഴ്സൺ കേൾക്കുമ്പോഴത്തേക്കും ദൈവമേ എന്ന് നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ വൈ? ബിക്കോസ് വി ആർ ബോൺ ഇൻ, നമ്മൾ ജനിച്ച സൊസൈറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം നോർമലായി ബോഡി ഷെയ്മിങ്ങും മറ്റേ ഈ നമ്മുടെ സ്കിൻ കളർ ഷെയിം ചെയ്യുന്നതാണെങ്കിലും ഐഡന്റിറ്റി ഷെയിം ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ ഒരു സൊസൈറ്റിയിലോട്ട് നമ്മൾ ജനിച്ച് വീണ ആൾക്കാരാണ്. നമ്മളെല്ലാവരും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആർ ജോബ് ഇസ് ടു what you said, like be a work in progress. ഓരോ ദിവസവും ആൻഡ് നൗ ഐ ഹാവ് ദിസ് ഈ ഒരു നമ്മൾ മെൻ്റൽ ഹൈജീൻ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരാളെ പറ്റി ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ വന്നപ്പോൾ നോ, ഐ ഷുഡൻ തിങ്ക് ദാറ്റ്, ഐ ഷുഡൻ സേ ദാറ്റ്, അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് അപ്പോളജൈസ് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ വേണം എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇവോൾവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ലൈക്ക് ഇത് കറുത്ത കൊച്ചാണ് എന്ന് പറഞ്ഞ് കേട്ട് വളർന്നവരാണ്. അല്ലെങ്കിൽ ഒന്ന് മുഖം വാടിക്കഴിഞ്ഞാൽ അയ്യോ കറുത്ത് കരിവാളിച്ചിരിക്കുന്നു പറഞ്ഞ് കേട്ടവരാണ്. അപ്പോൾ അന്നൊക്കെ ഈ പറഞ്ഞ ആൾക്കാരായിരുന്നു നമ്മൾ കൺകണ്ട ദൈവങ്ങൾ. ഇപ്പം നമുക്കറിയാം അവരെന്തായിരുന്നു എന്നുള്ളത്. അവരോടും പറഞ്ഞു കൊടുത്തതാണ്. സോ ഇത് ഡെയിലി ബേസിസിൽ നമ്മൾ മൈൻഡ്ഫുൾ ആവേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈ ക്രിയേറ്റേഴ്സ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊരു റീല് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിനെ കളിയാക്കി അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരാളെ കളിയാക്കുമ്പോൾ വി ആർ കൈൻഡ് ഓഫ് കാലിബ്രേറ്റിംഗ് ആർ സെൽസ്. നമ്മൾ തന്നെ ഒരു ഡെയിലി ബേസിസിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന്റെ എഫേർട്സ്. ഐ തിങ്ക് വി ആസ് എ സൊസൈറ്റി ഈസ് ഓൾസോ വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റാൻഡപ്പ് സ്പേസിലേക്ക് വരുന്നു, കാര്യങ്ങൾ വരുന്നു. സോ ഇത് ഈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ റീൽസ് കാര്യങ്ങളൊക്കെ നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്ത് എഴുതി വെക്കുമോ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ജസ്റ്റ് പോയിന്റ് ആസ് ആൻ ഐഡിയ ആൻഡ് യു ജസ്റ്റ് കം ആൻഡ് സ്പിറ്റ് ഇറ്റ് ഔട്ട്? ഈ സ്ക്രിപ്റ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഡ്രീം വേൾഡ് ആണ്. അതാണ് എൻ്റെ എയിം. ഞാൻ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു, അതാണ് ടൈമിന്റെ ഒരു സ്കെഡ്യൂൾ. അപ്പോൾ
ചിലപ്പോൾ നമ്മൾ ലൈക്ക് വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കാം എപ്പോഴെങ്കിലും ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു ഐഡിയ വരുന്നത്. ആ ഐഡിയ അവിടെ ഉണ്ട്, നമ്മളത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യത്തെ റീലിന്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി പറയുന്നതാണ്. ഇതുവരെ എനിക്ക് അതിലൊന്ന് വർക്ക് ചെയ്യാനോ, പിന്നെ കോവിഡ് വെച്ച് ഞാൻ വർക്ക് ചെയ്ത ഒന്നും കയറിയിട്ടില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത്. കാരണം ആൾക്കാർ ഭയങ്കര ഇന്റലിജന്റ് ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ മോഡാണ്. പക്ഷെ നമ്മൾ ജെന്യുവൻ ആയിട്ട് ലൈക്ക് ഒത്തന്റിക് ആയിട്ട് പറയുന്ന സാധനം അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് ഇന്നത്തെ ഒരു കണ്ടന്റ് സ്പേസിൽ സ്പോണ്ടേനിറ്റി ആണ് ആവശ്യം. കാരണം കുറച്ച് ഫേക്ക് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് കാണുന്നുണ്ട്. കാരണം അതിനവർക്ക് പണ്ടത്തെ ഒരു ഡോക്യുമെന്ററി എടുത്ത് കണ്ടാൽ മതി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ തന്നെ ഈ നമുക്കിപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിലൊക്കെ വരുമ്പോൾ പീപ്പിൾ പതുക്കെ യു ഗെറ്റ് ഒബ്സെസ്ഡ് ടു ഫോളോവേഴ്സ്, യു ഗെറ്റ് ഒബ്സെസ്ഡ് ടു അയ്യോ ഇത്രയാണോ അയ്യോ ഇതാണോ. ഇപ്പോൾ ഒരു റീല് 1 മില്യൺ പോയെന്ന് വിചാരിക്കുക, അടുത്ത റീൽ 1 ലക്ഷം പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഭയങ്കര വാലിഡേഷന് വേണ്ടി ഇങ്ങനെ ക്രേവ് ചെയ്യുന്ന ഒരുപാട് പേര് ആ കൂട്ടത്തിൽ നമ്മളും ചിലപ്പോൾ അറിയാതെ ആ ഫ്ലോയിൽ പെട്ടുപോയെന്ന് വരാം. സോ ഈ ജേർണിയിൽ പോകുമ്പോൾ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? ആർ യു എക്സ്പെക്ടിങ് എനി റിവാർഡ് ഔട്ട് ഓഫ് ദിസ്? I have caught myself doing this. Okay. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് I was like, അയ്യോ ഫോളോവേഴ്സ് കയറുന്നില്ലല്ലോ. ബട്ട് ദെൻ I was like, ഷിറ്റ്, ഞാൻ ഇതിനു വേണ്ടി അല്ല ഇത് തുടങ്ങിയത്. ഞാനൊരു ബേസിക്കലി ടു ബി ഓണസ്റ്റ് ടു മൈ കോർ ഒരു എയിംലെസ് പേഴ്സൺ ആണ്. എനിക്കിപ്പം നാളെ എനിക്ക് പൈസ ഒന്നും ഇല്ല, ഞാൻ പിച്ചക്കാരി ആണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. എനിക്കത് മാത്രമേ എയിമുള്ളൂ. എന്ത് ലൈഫിൽ സിനാറിയോ വന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കണം. അതിന് എനിക്കൊരു എക്സ്റ്റേണൽ വാലിഡേഷനോ പറയുന്ന ഫെസിലിറ്റീസോ ഒന്നും വേണമെന്നില്ല എന്നുള്ളൊരു പോയിന്റിൽ ഞാൻ കുഞ്ഞിലേ തൊട്ട് എന്നെ ആക്കിക്കൊണ്ട് വന്നു. സോ നൗ ഈ കണ്ടന്റ് സ്പേസിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് ദൈവമേ ഞാൻ ഈ ലൂപ്പിൽ പെട്ടോ, ഇതെപ്പോ സംഭവിച്ചു എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. സോ എനിക്ക് ഇപ്പൊ നാളെ ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, എന്റെ കണ്ടന്റ് ഒക്കെ മറന്നുപോയാലും ഐ ആം വെരി ഫൈൻ. ഐ തിങ്ക് നമ്മൾ എവിടെയാണോ എന്താണോ അതിൽ ഹാപ്പി ആവാൻ ഇത് പഠിച്ചാൽ മാത്രമേ വി ക്യാൻ ഡു ഗ്രേറ്റർ തിങ്സ്. അല്ലെങ്കിൽ വിൽ ബി ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവന്ന ആൾക്കാരൊന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടായിരുന്ന ആൾക്കാരല്ല. സോ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് യു നീഡ് എ സോഷ്യൽ സ്പേസ് ടു ഡു വാട്ട് യു വോണ്ട് ടു ഡു. നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. സോ ഐ ആം ലൈക്ക് ഇപ്പൊ ഉണ്ട് ഗുഡ്, ഇനിയിപ്പോ നാളെ ഇല്ലെങ്കിലും ഗുഡ്. ഹൗ ഡിഡ് യു ട്രെയിൻ യുവർസെൽഫ് ടു ബി ദാറ്റ്? കാരണം ഞാൻ ടു ബി ഓണസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അതായത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങി ഇടയ്ക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ കണ്ട് ഒരു കടൽ കണ്ട് വല്ലപ്പോഴും മല കണ്ടൊക്കെ ജീവിക്കണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആഗ്രഹം. പക്ഷേ ഐ റൺ എ മീഡിയ കമ്പനി, ഐ ഗെറ്റ് ഒബ്സെസ്ഡ് വിത്ത് വ്യൂസ്, ഞാൻ ടീം മീറ്റിംഗ് വിളിക്കും, ഈ ആഴ്ച നമുക്ക് ഇത്ര കയറിയുള്ളൂ, നമുക്ക് ഇത്ര വ്യൂ എന്താണ് കാര്യങ്ങൾ. സോ I'm unable to break that loop, and I don't know when I'll be. I'm addicted to my phone, I'm addicted to my screen, and I fell into that loop. I'm trying to break it. What is your process to break it? സോ എൻ്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞാനിതൊരു വായിച്ച സ്റ്റെപ്പാണ്. ഐ വാസ് ഡൂയിങ് ദിസ്, ബട്ട് ഇപ്പം എനിക്ക് ഐ ക്യാൻ പുട്ട് വേർഡ്സ് ടു ഇറ്റ്. സോ വാട്ട് ഐ ഡു ഇസ് ഐ ഡു ദ തിങ് ദാറ്റ് മേക്സ് മീ ഹാപ്പി എവറി മൊമെന്റ്. ഓൺ എ മൊമെന്ററി ബേസിസിൽ എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന കാര്യം ഇപ്പം ഈ മൊമെന്റിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാം. എനിക്ക് ചായ കുടിക്കാം, പഴംപൊരി കഴിക്കാം, ഒരു വീഡിയോ എടുക്കാം, എന്ത്. ബട്ട് ഐ ലുക്ക് ഇൻ ടു മൈ സെൽഫ്, ഇപ്പം എനിക്ക് ഏറ്റവും ഹാപ്പി എന്തായിരിക്കും ചെയ്യാൻ. സോ ദാറ്റ് ഇസ് മൈ നാച്ചുറൽ സൈൻ ഫോർ ദ ഒപ്റ്റിമൽ തിങ് ദാറ്റ് ഐ ക്യാൻ ഡു അറ്റ് ദാറ്റ് മൊമെന്റ്. ഓക്കെ, അത് ചെയ്യുക, ബട്ട് അതിൻ്റെ ബെസ്റ്റായിട്ട് ചെയ്യുക. അത് എന്നെ കൊണ്ട് ആ സമയത്ത് ചിലപ്പം മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റത്തില്ല, ചിലപ്പം കുളിച്ചിട്ടുണ്ടായിരിക്കത്തില്ല, വിയർത്തിരിക്കറിയാം. പക്ഷെ അത് ആ മൊമെന്റിൽ അത്ര സിറ്റുവേഷനിൽ എനിക്ക് എങ്ങനെ ബെസ്റ്റായിട്ട് ചെയ്യാം അത് ചെയ്യും. അത് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഇനി അത് അതിൻ്റെ വിധിയാണ്. അത് കയറി ഇല്ലെങ്കിൽ ഇല്ല, ദാറ്റ്സ് ഡൺ. ബട്ട് മൈ നെക്സ്റ്റ് തിങ് ഈസ് ഇനി ഈ മൊമെന്റിൽ എനിക്ക് എന്ത് ബെസ്റ്റ് അടുത്തത് എന്ത് ചെയ്യാം. സോ ദാറ്റ് ടേക്സ് അവേ എ ലോട്ട് ഓഫ് ബേർഡൻ. കാരണം നമ്മുടെ കൺട്രോളിലില്ലാത്ത ഒരു സാധനമാണ് ഈ ബൈറൺ കെറ്റി. ഷീ ഈസ് എ വേൾഡ് റിനൗൺഡ് ബെസ്റ്റ് സെല്ലർ ഓഥർ. പുള്ളിക്കാരി പറഞ്ഞ 3 ബിസിനസ് ഉണ്ട്. മൈ ബിസിനസ്, യുവർ ബിസിനസ്, യൂണിവേഴ്സസ് ബിസിനസ്. എൻ്റെ കൺട്രോളിലുള്ളത് മാത്രമാണ് എൻ്റെ ബിസിനസ്. അനീഷിൻ്റെ കൺട്രോളിലുള്ളത് മാത്രമാണ് അനീഷിൻ്റെ ബിസിനസ്. എനിക്ക് എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം വെറി ചെയ്താൽ മതി.
കണ്ടന്റ് നല്ലതായിട്ട് ചെയ്യുക, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ബെസ്റ്റ് ആക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇനി വ്യൂ കിട്ടിയാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. പിന്നെ ഈ ഒരു വെറി ലൂപ്പ് അല്ലെങ്കിൽ ഒരു വെറി ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇഫ് സംതിങ് ഒരു പ്രശ്നമുണ്ട്, ഓപ്ഷൻ എ, ഡു യു ഹാവ് ക്യാൻ യു ഡു സംതിങ് അബൌട്ട് ഇറ്റ്? ഓക്കെ. ഓപ്ഷൻ ബി, ഓക്കെ, ഓപ്ഷൻ എ, ക്യാൻ യു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഇനി അതിൽ 2 ഓപ്ഷൻ ഉണ്ട്, യെസ് ഓർ നോ. രണ്ടിന്റെയും ആൻസർ ദെൻ ബി ഹാപ്പി. ഇഫ് യു ക്യാൻ ഡു സംതിങ് അബൌട്ട് ഇറ്റ്, you can be happy because you can do something about it. If you cannot do something about it, You can't do anything about it. be happy as well. But I can't do anything about it. It's interesting to hear that. കാരണം ഞാൻ ടീമിനൊക്കെ പറയും, don't worry about the things that you can't control. But the problem is we kind of go and see how we can control it. അതാണ് പ്രശ്നം. അവിടെ നമ്മൾ കുറച്ചൊരു അനാലിസിസ് ചെയ്തിട്ട് പറ്റോ ഇല്ലേ, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതെ പറ്റുമെങ്കിൽ ഓക്കെ ഫൈൻ, ഇല്ലെങ്കിൽ ലീവ് ഇറ്റ്, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ വർക്ക് ഓൺ. സോ ഇപ്പോൾ എനിക്ക് പൂജ ചെയ്ത റീലുകളിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു റീലാണ് നമ്മുടെ മാളികപ്പുറം ഫെയിം കുട്ടിയുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. കാരണം അത് ഞാനടക്കം പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. കാരണം അത് ഈ ഒരു കുട്ടിയുടെ അല്ല, ഞാനടക്കം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ I tend to dismiss the nostalgia of Gen Zs or the younger generation, say that, oh, I was an 80s kid or 90s kid, my thing is greater, you haven't seen life, നിങ്ങൾ എന്ത് കണ്ടിരിക്കുന്നു. പക്ഷേ ലേറ്റർ ഓൺ അതിപ്പോൾ അവരുടെ കുറ്റമൊന്നുമല്ലല്ലോ, അവർ വൈകിയ അവർക്ക് അവരുടെ സാധനം, നിങ്ങൾ മൊബൈൽ ഫോണില്ലാത്തൊരു കാലം കണ്ടിട്ടുണ്ടോ? ഇല്ല, അതിനെന്താണ് അതൊന്നും. അപ്പോൾ വെൻ ഐ സോ ദാറ്റ് റീൽ, ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. കാരണം ആ കുട്ടിയുടെ ഇപ്പോൾ നഷ്ടപ്പെട്ട രാജകുമാരൻ, കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്ക് ഒരേ മനോവേദനയാണെന്ന് പറയുന്ന പോലെ. So do you think ആ റീലിൻ്റെ താഴെ വന്ന കമൻസ് വാസ് ഓൾസോ വെരി, I was very happy seeing that. കാരണം അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോൾ ആസ് എ സൊസൈറ്റി ഡു യു തിങ്ക് ഇപ്പോഴും നമുക്ക് പ്രായം കുറഞ്ഞവർക്ക് എക്സ്പീരിയൻസ് കുറവാണ്, അവർക്കൊന്നും അറിയില്ല. ചിലപ്പോൾ എനിക്ക് the younger people are way smarter than we are. അങ്ങനെ തോന്നിയിട്ടില്ലേ? സോ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ചെറിയ വയൽ വലിയ വർത്താനം വേണ്ട ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് എൻ്റെ ഫാമിലി അത് ഡിസ്മിസ് ചെയ്തിട്ടില്ല, അത് എൻകറേജ് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിനക്ക് വേറെ പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടം ഒന്നും ഇരുത്തിയിട്ടില്ല. ദി ഗേവ് മീ ബുക്സ്, എനിക്ക് വായിക്കാൻ അവരത് കുറേ എൻകറേജ് ചെയ്തു. സോ ഐ നോ ലൈക്ക് ചെറിയ പിള്ളേരിൽ ചില ജീനിയസസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പോൾ വരുന്ന പണ്ടൊക്കെ അത് കുറച്ച് റെയർ ആണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് ഒരു പുതിയ ജനറേഷനിലെ പുതിയ സ്പീഷീസ് ആണ്. ദേ ആർ വെരി ഇന്റലിജന്റ്. ആൻഡ് അങ്ങനെ ഒരു കുട്ടി അത് പറയാൻ ധൈര്യം കാണിക്കുമ്പോൾ ഈ അമ്മച്ചി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ഒരു അമ്മായി വന്നല്ലോ, മാളികപ്പുറം അമ്മായി വന്നു, എന്തൊക്കെയാണ് പറയുന്നത്. ഒരു കുഞ്ഞാണ്, അതിന് ബുദ്ധി ഉണ്ടായി പോയത് അതിന്റെ തെറ്റാണോ? നമുക്കില്ലാത്തത്. കുട്ടികൾ എപ്പോഴും മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കണം. അവരെന്തെങ്കിലും നല്ല കാര്യം പറയുകയാണെങ്കിൽ പഠിക്കാൻ നോക്ക്, അവരെ പഠിപ്പിക്കാൻ പോകണ്ട. അവർ പറയുന്ന ഒറിജിനൽ തോട്ടാണ്. സി, നമ്മളൊരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോഴത്തേക്ക് അതിനെ പഠിപ്പിക്കാൻ എല്ലാവരും കൂടെ ഇറങ്ങി ചെല്ലും. അതിനെ കണ്ട് പഠിക്കുകയാണ് വേണ്ടത്. കാരണം വി ആർ ഓൾറെഡി കറപ്റ്റഡ് ബൈ ദ സൊസൈറ്റി. നമ്മളൊരു സർട്ടൺ ഏജ് എത്തുമ്പോഴത്തേക്ക് എല്ലാം കണ്ട് നമ്മുടെ മൈൻഡ് കറപ്റ്റഡ് ആണ്. ബട്ട് ദേ ആർ പ്യുവർ. അവരുടെ കയ്യിൽ നിന്ന് വരുന്നത് അൺഅഡൾട്രേറ്റഡ് ആയിട്ടുള്ള പ്യുവർ തോട്ടാണ്. അത് കണ്ട് നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ പിള്ളേരുടെയൊക്കെ പല ലൈക്ക് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് മൈക്ക് കൊടുക്കുന്നുണ്ടല്ലോ. സോ അതില് പല പിള്ളേരും പറയുന്നിട്ട് ഞാൻ പഠിക്കാറുണ്ട്. യെസ്, ദേ ആർ ടീച്ചേഴ്സ്. ടു ബി ഓണസ്റ്റ്, ഐ ഫീൽ ലൈക്ക് ചിൽഡ്രൻ ആർ ദ ടീച്ചേഴ്സ് ഓഫ് ദ വേൾഡ്. ബ്രില്യന്റ്. സോ ഇത്രയൊക്കെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇറ്റ് വാസ് വെരി നൈസ്, ഷോർട്ട്, ഇൻസൈറ്റ്ഫുൾ കോൺവെർസേഷൻ. ഗുഡ് ലക്ക്. ഇനിയും ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ കഴിയട്ടെ. ഇഷ്ടമുള്ള കണ്ടന്റുകളായിട്ട് ഇനിയും വരിക. വിൽ ബി ലുക്കിംഗ് ഫോർവേഡ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ദ ഷോ. താങ്ക് യു.